നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കുളിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പറശ്ശിനിക്കടവുള്ള വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. അവിടെ താഴെ നമ്മൾ ഒരു കാർ റൈഡിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഓണം കഴിഞ്ഞെങ്കിലും ഓണത്തിൻ്റെ ഓഫറൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ. അപ്പോൾ എല്ലാവരും വരിക, പരമാവധി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. കൈ നിറയെ സമ്മാനങ്ങളുമായി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നോക്കാൻ വളരെ ചെറിയ ഒരു ചോദ്യമായിട്ടാണ് നിൽക്കുന്നത്. ഉത്തരം പറയുന്ന വ്യക്തിയെ കാത്തിരിക്കുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം, കൂടാതെ നമ്മുടെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനമാണ് വിജയെ കാത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം, വളരെ ചെറിയ ചോദ്യം. നമസ്കാരം. ഒറ്റയ്ക്ക് വന്നുള്ളൂ? ഫാമിലി ഉണ്ട്. ഇവിടെ സ്ഥലം എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് ഇവിടെ പിന്നെ പന്തീരങ്കാവ്. പന്തീരങ്കാവ്. അവിടെ എത്ര പേര് വന്നു? എത്രയാണോ നിങ്ങൾ? 13 ആൾക്കാർ വന്നു. ഓക്കെ, രാവിലെ എത്തിയോ? ഇവരൊക്കെ കൂടിയുള്ള ആളാ? അവധിക്ക് വന്ന പാപ്പ. എന്താ ചേട്ടൻ്റെ പേരെന്താ? അഷ്റഫ്. പന്തീരങ്കാവ് തന്നെയാണോ? അല്ലല്ല, കോഴിക്കോട് ബാലുശ്ശേരി. ഇപ്പം ജോലി എന്താ? ബാർബർ ഷോപ്പ്. ഇന്ന് ലീവാണോ? അല്ലല്ല, സാധാരണ ഇപ്പം ബാർബർ ഷോപ്പാണ് ലീവ്. പണ്ടൊക്കെ ചൊവ്വാഴ്ച ആയിരുന്നു. ഇപ്പോഴെപ്പോഴാ? ഇപ്പൊ തിങ്കളുണ്ട്, ഞായറുണ്ട്. തിങ്കളും ഞായറും അത് ഇഷ്ടമല്ല, നമ്മളെ തിങ്കളാ എടുക്കല്. നിങ്ങൾ തിങ്കളാഴ്ച എടുക്കും. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനെ അസോസിയേഷൻ നിർബന്ധിക്കുന്നത് ഇന്ന ദിവസം ഇന്ന ലീവ് അങ്ങനെ ഉണ്ടോ? ലീവ് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടം തോന്നുന്ന പോലെ എടുക്കാം. ഓക്കെ. പേരെന്താ? ഫാത്തിമ. ബാബിയുടെ പേര്? അസ്മിൽ. ഓക്കെ. അപ്പൊ ചേട്ടൻ ജോലിയും ചെയ്യുന്നുണ്ടോ? ബസ്സിൽ. ഏതാ റൂട്ട്? പെരുമണ്ണ. പാട്ട് കേൾക്കുമോ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണേ. അപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ സംഭവമാണ്. ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. വളരെ ചെറിയ ചോദ്യമാണ്. അതായത് എവിടെയാണോ ജനിക്കുന്നത് അതേ സ്വഭാവത്തിലുള്ളതിൽ തന്നെ മരണം വിധിച്ചിട്ടുള്ള ഒരു സാധനം ഏതാണ്? അതായത് എവിടെയാണോ ജനിക്കുന്നത് അതേ സ്വഭാവമുള്ള സ്ഥലത്ത് തന്നെയാണ് മരണം എങ്കിൽ എന്താണ്? അറിയോ? ഓക്കെ, എന്നാൽ നടക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ 2 ചേച്ചിമാർ ഒരു കൊച്ചു കുട്ടിയും കൂടി ഇവിടെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇട്ടാണ് നിൽപ്പുണ്ട്. ഹലോ മോളു. ഹലോ. ഹായ്. മോൾട്ട് വിസ്മയിൽ വന്നിട്ട് മൊത്തം കണ്ടിട്ട് ഇങ്ങനെ അമ്പരിച്ചിരിക്കുകയാണ്. എന്താ പേരെന്താ? മോളുടെ പേര് ശ്രീശാൻവിക. നിങ്ങളുടെ പേര്? സവിത. ഒന്ന് വേണ്ട അടുത്തോട്ട് വരൂ. മേഡത്തിന്റെ പേര്? ശ്രുതി. എവിടെ സ്ഥലം? എവിടെയാ? പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ എവിടെയാ? നെല്ലായ. അപ്പൊ പാലക്കാട് നിന്ന് ഇവിടെ വന്നല്ല, കണ്ണൂർ വേറെ വീട്ടിൽ വന്നതാണോ? കോഴിക്കോട് നേരെ പറശ്ശിനിക്കടവിലേക്ക് വന്നാണ്. ക്ഷേത്രത്തിൽ പോയോ? രാവിലെ എത്ര മണിക്ക് പോയി? അവിടെ രാവിലെ 7:30. പാലക്കാട് നിന്ന് എപ്പോഴാണ് വിട്ടേ? പുറപ്പെട്ടത് എപ്പോഴാ? ഇന്നലെ രാത്രി. ഇന്നലെ രാവിലെ പാലക്കാട് നിന്ന് എത്ര മണിക്ക് പുറപ്പെട്ടു? ഏകദേശം 6:30. എങ്ങനെ വന്നേ? ട്രെയിനിന് വന്നു. എത്ര പേര്? 6 പേരുണ്ട്. 6 പേര്. അപ്പം 6 പേരുടെ ലക്ഷ്യം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. 6 8 സത്യം പറയാൻ? അല്ല, 3 കുട്ടികളുണ്ട്. 4. അപ്പൊ ശരിക്കും എത്ര കുട്ടികളാ? അപ്പൊ നിങ്ങൾക്ക് 4 ആള്. പിന്നെ ബാക്കി എത്ര പേരുണ്ട്? 4 അഡൽറ്റും ഉണ്ട്. 8 പേര്. 8 പേര്. കൂടുതലല്ലോ. 8 പേര്. ജോലിയും ചെയ്യുന്നുണ്ടോ? ടീച്ചറാണ്. എവിടെയാ? പെരിന്തൽമണ്ണ. ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്നത്? LP സ്കൂളിലാണ്. എല്ലാ സബ്ജക്റ്റും. നാട്ടിൽ തന്നെയാണോ? കൂടെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ അവിടെ റെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇവരോട് ചോദിച്ച ശേഷം നമുക്ക് അവിടെ പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാം. അവർ റെസ്റ്റ് ചെയ്താണ് നമുക്ക് അറസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ ഇവിടെ കണ്ണൂരിലൊരു ചാനലാണ്, കണ്ണൂർ ജില്ലാ ചാനലാണ്, കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പേര്. അത് നമ്മുടെ ഓൺലൈനിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടുന്ന സംഭവമാണ്. ഇപ്പോൾ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ 2 സമ്മാനമുണ്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനമാണ്. ചോദ്യമാണ്, ഈ സാധനം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും. അത് ചെറിയൊരു ക്ലൂ എന്നാണ്. അതായത് എവിടെയാണോ ജനിക്കുന്നത് അതേ സ്വഭാവമുള്ള സ്ഥലത്ത് തന്നെ, അതേ സ്വഭാവമുള്ളതിൽ തന്നെ മരണം വിധിക്കപ്പെട്ട സാധനം എന്താണ്? എന്തിൽ നിന്നാണോ ജനിക്കുന്നത് അതേ സ്വഭാവമുള്ള രീതിയിൽ തന്നെ ഉള്ള സ്ഥലത്ത് തന്നെ, അല്ലെ അതിൽ തന്നെ മരണം വിധിച്ചിട്ടുള്ള സാധനം എന്താണ്? ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? ക്ലൂ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും. തീപ്പെട്ടിയല്ല. നമുക്കിനി കുട്ടികൾ വാ, എല്ലാവരും വാ. മോള് വാ.
വാ പാലക്കാട് നിന്ന് ഒന്നാൾക്ക് നിങ്ങളുടെ ഇവിടെ കൂടെ ഒന്നാണ് നിങ്ങൾ കോഴിക്കോട് അപ്പോൾ ഒരുമിച്ച് ഓക്കെ യെസ് അപ്പം മക്കളെ ഇവിടേക്ക് മോനോടാ ഓക്കെ മോളുടെ പേര് പറ. അനുശ്രീ അനുശ്രീ എത്രാം ക്ലാസ്സിൽ? 5th ഏത് സ്കൂള്? ശബരി സെൻട്രൽ സ്കൂൾ. ശബരി സെൻട്രൽ സ്കൂൾ. അതിന്റെ ഷോർട്ട് ആയിട്ട് എന്താ നെയിം? ശബരി. ഓക്കെ മോളുടെ പേര്? ആദ്യശ്രീ. പിന്നെ അവസാനം ആരാ? ശ്രീ. ആദ്യ ശ്രീ അപ്പൊ അവസാന ശ്രീ ആരാ? ഷോർട്ടായിട്ട് വീട്ടിൽ നിന്ന് മോളെ എന്താ വിളിക്കുന്നത്? ആദ്യ എന്ന് വിളിക്കും. മോളെ എന്ന് വിളിക്കും? അനു. മോന്റെ പേരെന്താ? ശബരി. എത്രാം ക്ലാസ് പഠിക്കുന്നു? 2ൽ. ഏതാ സ്കൂള്? ശബരി സെൻട്രൽ സ്കൂൾ. ഓക്കെ 3 പേര് 3 സ്കൂളാണോ പഠിക്കുന്നത്? അല്ല ഒരേ സ്കൂളാണ്. ഒരുമിച്ചാണോ പോകുന്നത്? ഒരുമിച്ച് പോകും. ഒരേ സ്കൂളിൽ ഒരുമിച്ച് പോകും. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പോകുന്ന നിങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടു ചെന്ന് വിടുന്ന ആരാ? സ്കൂൾ ബസ് ഉണ്ടോ? സ്കൂൾ ബസ് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ വരും. എത്ര മണിക്ക് സ്കൂൾ ബസ് വീട്ടിനടുത്ത് വരും എല്ലാ ദിവസവും? കറക്റ്റ്. എപ്പോഴെങ്കിലും ഡിലേ ആവോ? ചിലപ്പോ ഡിലേ ആവാറുണ്ട്. ഡിലേ ആവുമ്പോ എന്ത് ചെയ്യും? ബാക്ക് എടുത്തിങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലേ? ശരി. പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം? പഠിച്ചിട്ട് IAS. വെരി ഗുഡ്. വെരി ഗുഡ്. പൈലറ്റ്. വെരി ഗുഡ്. ഓക്കെ അടിപൊളി. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഈ 3 കൂട്ടത്തിൽ ആരാ പാട്ട് പാടുന്ന ആളാരാ? 2 പേരും പാടുന്നതാണ്. അപ്പൊ ആദ്യം മോളുടെ ഒരു 2 പാട്ട് ഇവിടെ നോക്കി പാടി. മോൾക്ക് ഇഷ്ടമുള്ള പാട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ ക്യാമറ. ആമണി പൊന്നുനാലടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ തെന്നലേ ഞാൻ. അതാണ് നമുക്ക് അക്ഷരം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ മൂളിപ്പാട്ട് പാടാന്ന് പറയും. ഓക്കെ ഇത് അടുത്താണ് പഠിക്കും. കുട്ടനാടും കായനിലെ കെട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടിടി കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴങ്ങഞ്ഞ് പഴകഥ പറയടി പുലിക്കുയിലേ. തുഞ്ചത്തിന് വെള്ളം തള്ളിക്കുയിലേ, തഞ്ചത്തിൽ മീനും പിടിക്കണം, വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിമിത്രിമതേ, അമ്പേ ചുണ്ടൻ വെള്ളം തുളിക്കുന്നു തകതിമിത്രിമതേ, കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടടി കക്കറുമ്പി, അന്തിക്കുടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴങ്ങഞ്ഞ് പറയടി പുലിക്കുയിലേ. അടിപൊളി. നന്നായിട്ട് പാടി. പാട്ട് പഠിക്കുന്നുണ്ട് രണ്ടാളും? ആദ്യം പഠിച്ചു. പിന്നെ എന്തുകൊണ്ടാ പഠിപ്പ് നിർത്തിയത്? സംഗീതം നിർത്തിയത്? ചില ബുദ്ധിമുട്ടൊക്കെ. മോളെന്താ നിർത്താൻ കാരണം? പാട്ട് പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കും. ടീച്ചർ പേരെന്താ? സ്കൂളിൽ സംഗീതം പഠിക്കുന്നു. മോൻ പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ശരി. ഇപ്പൊ ചെറിയ ചോദ്യമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ മുതിർന്നവരോട് ചോദിച്ചു. അതായത് ഈ സാധനം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സാധനമാണ്. ഇത് എവിടെ നിന്നാണോ ഉണ്ടാവുന്നത് അതേ സ്വഭാവമുള്ള സംഭവം തന്നെ മരണം വിധിക്കപ്പെട്ട ഒരു സാധനം. എവിടെയാണോ ഇത് ഉണ്ടാവുന്നത് അതേ സ്വഭാവത്തിലുള്ളത് തന്നെയാണ്, അതിലൂടെ തന്നെയാണ് ഇത് മരിക്കുകയും ചെയ്യുന്നത്, ഇല്ലാതാവുകയും ചെയ്യുന്നത്. മരം അല്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്? പെട്ടില്ല. ആളുകളിൽ ഉണ്ടാവുന്നതാണോ? ആളുകളിൽ ഉണ്ടാകുന്ന, ആളുകൾ ഉപയോഗിക്കുന്നതാണ്. തീപ്പെട്ടിക്കുള്ളിൽ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞത്. ഫോണല്ല, ചെമ്പല്ല, ഫോണല്ല, തീപ്പെട്ടിക്കോലും അല്ല. അപ്പൊ എന്തായാലും യാത്ര തുടരട്ടെ, വീണ്ടും കാണാം. ഓക്കെ ശരി. ഓക്കെ യെസ്. അപ്പൊ നമ്മളൊരു വലിയ ടീം ഇവിടെ പാർക്ക്. എല്ലാവരും ഒരുമിച്ചെന്നേ. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചു ചേട്ടാ? അതിനിടയ്ക്ക് എന്തോന്നാ കഴിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ ഇടയ്ക്ക് ചെറുതായിട്ട് എന്ത് റോസ്റ്റ് ചെയ്ത ഗ്രീൻ പീസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്? പറശ്ശിനി ക്ഷേത്രത്തിന് കിട്ടത്. അവിടുന്ന് ഗ്രീൻ പീസ് ആണ് കിട്ടിയത്? അല്ലല്ലോ. അല്ല, അവിടെ കാടല്ലേ, മറ്റേ പയറല്ലേ? പയറാണ്. പയറും തേങ്ങ കിട്ടി. പിന്നെ എന്താ നിങ്ങൾ ഇത് എവിടെ വെച്ചേ? അല്ല, അത് എവിടെ നിന്ന് വാങ്ങി റോസ്റ്റഡ് ഗ്രീൻ പീസ്? ഈ വീട്ടിൽ നിന്ന് പിന്നെ ഇതുപോലെ ഗ്രീൻ പീസ് റോസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെയുണ്ട്? നമ്മൾ സാധാരണ ഗ്രീൻ പീസ് വാങ്ങിയാൽ അത് വെള്ളത്തിൽ പൊതിച്ചതിന് ശേഷമാണോ എങ്ങനെയാണ് അത് വറുത്തെടുക്കുന്നത്? എങ്ങനെ? അതിനുശേഷം ഉപ്പിട്ട് കുഴച്ചിട്ട് പിന്നെ പിന്നെ അതിനകത്ത് എണ്ണയിലിടലാണോ? പേര് പറ. ബിന്ദു വെച്ച് എന്ത് ചെയ്യുന്നു? ബിന്ദു, ബീന. അപ്പൊ ആരാ നിങ്ങൾ തമ്മിൽ? ആരൊക്കെ? സിസ്റ്റേഴ്സ് ആണ്. പേര് പറ. എല്ലാം ബി തുടങ്ങുന്നതാണ്. വിജില. അപ്പം പിന്നെ നിങ്ങൾ നാലാളാണോ? 4 പെണ്ണ്.
അപ്പൊ എല്ലാരും ബി തുടങ്ങുന്ന അക്ഷരം. നല്ല കാര്യം. ഓക്കെ, ചേട്ടന്റെ പേര് വിജേഷ്. അതും പോട്ടെ, അതും ബി. അപ്പൊ ഇത് ഹസ്ബൻഡാണ്, അപ്പൊ അതിലും ബി ബി എല്ലാം എല്ലാം ബി ആണ്. ഓക്കെ, വാ നിങ്ങളുടെ പേര് പറ. സൂര്യ. സൂര്യ. എന്തായിരുന്നു സൂര്യ? ഞാൻ പഠിക്കുക. എവിടെ പഠിക്കുന്നത്? ഞാൻ ലോ കോളേജിൽ. ലോ കോളേജിൽ എന്തിനാ പഠിക്കുന്നത്? LLBക്ക്. LLB പഠനം എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. LLBക്ക് ഇപ്പൊ പഠിക്കണം ആരാ പറഞ്ഞേ? ഞാൻ തന്നെ. തീരുമാനമാണ്. അതെ, പിന്നെ അമ്മയ്ക്കും ഇഷ്ടമാണ്. അമ്മക്ക് ഇഷ്ടമാണ്. ആ വരൂ വരൂ, വാ വാ, പേര് പറ. കാവ്യ. കാവ്യ. എന്ത് ചെയ്യുന്നു കാവ്യ? ഞാൻ ചെയ്യുന്നത് ഹൗസ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പേര് ശ്രീനന്ദ. ശ്രീനന്ദക്കുട്ടി. എത്ര ക്ലാസ്സില്? 7 സ്കൂളിന്റെ പേര്? പന്തിരങ്കാവ് പന്തിരങ്കാവ് AUP സ്കൂൾ. AUP സ്കൂൾ. വാ, ടീച്ചറുടെ പേരെന്താ? അശ്വതി. അശ്വതി ടീച്ചറാ? അശ്വതി ടീച്ചറാ? അശ്വതി ടീച്ചർ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 4ാം സ്റ്റാൻഡേർഡ്. 4ാം സ്റ്റാൻഡേർഡ്. ഓക്കെ. ആ സാറിന്റെ പേര് എന്താ പേര്? നയൻദാസ്. ദേൻദാസ്. തീവണ്ടി. ഇതെന്നാ മെട്രോ ട്രെയിനാ? മെട്രോ ട്രെയിനാണ്. വാ, അപ്പൊ ഇനി അടുത്തോട്ടിക്കാം. ഒന്ന് അടുത്തോട്ടുന്നേ. വാ, അപ്പം നിങ്ങൾ ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ചേട്ടൻ എന്താ ജോലി? എന്താ ചെയ്യുന്നത്? ഞാൻ മിംസിലാണ്. മിംസിലാണ്. മിംസ് എവിടെയുള്ള? പിന്നെ കണ്ണൂരാണോ? കോഴിക്കോട്? കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലാണ്. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? എത്ര വർഷമായിട്ട് അവിടെ? അവിടെ 7 കൊല്ലം. 7 കൊല്ലം. അപ്പൊ ഇന്ന് ലീവ് നിങ്ങൾ മുൻകൂട്ടി അവിടെ കൊടുത്തിട്ടാണോ വരുന്നത്? എങ്ങനെയാ? നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ കുറച്ചുകൂടെ പോകണം. അപ്പൊ നിങ്ങൾ ഇന്ന് എത്ര മണിക്കാണ് അവിടെ നിന്ന് വിട്ടത്? ഇല്ല, ഞങ്ങള് പുലർച്ചക്ക് വന്നിക്കണ് വിളവൊക്കെ മുത്തപ്പൻകാവില് പോകാൻ വേണ്ടിട്ട്. അതിന് ശേഷം കൂടെ അതിനുശേഷം ഇങ്ങോട്ട് വന്നത്. ശരി. അപ്പൊ നമ്മുടെ ഈ ടീമിൽ ആരാ പാട്ട് പാടുന്ന ആള്? കാവ്യ. ആ കാവ്യ ഇങ്ങോട്ട് വരൂ. കാവ്യ വരൂ. കാവ്യ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. പിന്നെ പരിപാടിക്കൊക്കെ പാടാൻ വേണ്ടി പോകാറുണ്ടോ? വീട്ടില് ഫാമിലി പ്രോഗ്രാം ഉണ്ടെങ്കിൽ അല്ലേ? അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട്, പെട്ടെന്നൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പാടുക? ഇഷ്ടമുള്ള ഒരു പാട്ട്, പെട്ടെന്നൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പാടുക? 4 പേര് മതി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. മൗനമോ ശ്രീരാഗമാ രാഗമോ ഭൂപാളമാ എൻ മുന്നിൽ നീ പുലർകന്യയാ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അടിപൊളി, നന്നായിട്ട് പാടി. അപ്പോൾ ധൈര്യമായിട്ട് എൻ്റെ സ്റ്റേജിലൊക്കെ പാടാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ്. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. കൂടാതെ നമ്മുടെ വിസ്മയ MS പാർക്ക് നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. ചെറിയ ചോദ്യം. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്. നമ്മളൊക്കെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇത് എവിടെയാണോ ഉണ്ടാവുന്നത്, എന്ത് രൂപത്തിലുള്ള സംഭവത്തിലാണോ ഇത് ഉണ്ടാവുന്നത്, അതേ രൂപത്തിലുള്ള സംഭവം തന്നെയാണ് ഇതിൻ്റെ അവസാനവും. എവിടെ നിന്നാണോ ഉണ്ടാവുന്നത് അതേ രീതിയിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇതിൻ്റെ മരണവും. എങ്കിൽ എന്താണ് സാധനം എന്നാണ്? തീപ്പെട്ടിയല്ല. അതായത് ഇത് ഉണ്ടാവുന്നത് ഏത് രൂപത്തിലുള്ള സ്ഥലത്തിനാണോ ഇത് ഉണ്ടാകുന്നത് അതേ രൂപത്തിലുള്ള സംഭവത്തിനാണ് ഇത് മരിക്കുന്നത്, ഇത് ഇല്ലാണ്ടാകും ചെയ്യുന്നത്. പടക്കമല്ല. തീ. ഗ്യാസ്. തീ. പിന്നെ പിന്നെ നമ്മുടെ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വിളക്കല്ല. ലേലം ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. അടുത്ത കാവ്യ പറ. വെള്ളമല്ല. വെള്ളമല്ല. അല്ല, ഇത് നമ്മള് നിത്യേന ഒരു ക്ലൂ കൂടി ഞാൻ തരാം. അതായത് നമ്മൾ നിത്യേന ഭക്ഷണമൊക്കെ ആയിട്ട് ഭക്ഷണത്തിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്നതാ. എന്റെ ചോദ്യം ഇതാണ്, അതായത് എവിടെയാണോ എന്ത് സ്വഭാവമുള്ള സ്ഥലത്താണോ ഇത് ഉണ്ടാവുന്നത് അതേ സ്വഭാവമുള്ള സംഭവം തന്നെയാണ് ഇത് ഇല്ലാതാവും ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സംഭവമാണ്. നിത്യേന നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. എനിക്ക് ഉപ്പ് അല്ലെങ്കിൽ വെള്ളം. ഞാൻ ഉപ്പാണെങ്കിൽ എങ്ങനെയാ? ഉപ്പാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാ?
ആ വെള്ളത്തിന്റെ തരി ഇങ്ങനെ ഇങ്ങനെന്താ അങ്ങനെ എന്താണ് അത് ലാസ്റ്റ് നമ്മള് ഫുഡാക്കി കഴിക്കുമ്പോൾ ഉപ്പിനായിട്ട് വെള്ളം നിൽക്കുന്നത് വെള്ളത്തിലായിട്ട് മിക്സ് ആവും വെള്ളാവും അപ്പോഴും വെള്ളാകും അപ്പൊ വെള്ളാകും ഉപ്പന്നടിയില് ഉപ്പാണ് സാധനം. ഉപ്പാണോ അതോ ഗ്യാസ് അടുപ്പാണ്? എന്താണ് ഉപ്പ് ഉപ്പ് ഉറപ്പ് ഉപ്പ് ഉറപ്പ് ഉപ്പ് ഉറപ്പ് എന്നാ പറയുന്നത്. ഉപ്പ് കാരണം അങ്ങനെയാണല്ലോ നമ്മള് വെള്ളത്തിൽ നിന്നാണ് സാധനം ഉണ്ടാവുന്നത്, ലാസ്റ്റ് വെള്ളമായിട്ടാണ് മാറുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും. അപ്പൊ ഈ ഉപ്പും വെള്ളവും തമ്മിലുള്ള ബന്ധം ഒരു നമ്മൾ ഇണ പിരിയാനാവാത്ത ബന്ധമാണ്. ആണോ? അങ്ങനെയാണ്. ശരി, എത്ര പേര് പറഞ്ഞേ? സൂര്യ. സൂര്യ. അപ്പൊ നമ്മുടെ ചോദ്യമായിരുന്നു, അതാ നമ്മുടെ മേഡം ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അവർ കുടുങ്ങിയുടെ കൂടെ വന്ന ആൾക്കാരല്ലേണോ? അല്ലല്ല, ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യമായിരുന്നു, അതായത് എന്ത് സ്വഭാവമുള്ള സ്ഥലത്താണോ ഇത് ഉണ്ടാവുന്നത് അതേ സ്വഭാവമുള്ള സംഭവം തന്നെയാണ് ഇതിന്റെ മരണവും. എങ്കിൽ എന്താണ് സാധനമാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സംഭവമാണ്, നമ്മൾ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം അവിടെ ഗ്യാസ് അടുപ്പ്, തീയെ, വെള്ളം, അങ്ങനെ വെള്ളത്തിൽ ചാടി നീന്തി കുളിച്ച് കരക്കേറി അവസാനം ഉപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ ഉപ്പാണ്. ഉപ്പുണ്ടാകുന്നത് കടൽ വെള്ളത്തിലാണ് ഉപ്പുണ്ടാകുന്നത്. പക്ഷേ ഈ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സമയത്തും വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടാണ് ഉപ്പ് ഇല്ലാതാവുകയും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ ഉപ്പാണ്. ഉപ്പ് എന്തായാലും ഉപ്പിന്, അത് ഉപ്പ് ഇല്ലാതായി കഴിഞ്ഞാലും അത് ഉപ്പായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞാൽ സൂര്യക്ക് നമ്മുടെ ചെറിയൊരു സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന, കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം സൂര്യക്ക് നൽകുകയാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കുന്ന സംഭവമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന സമ്മാനമാണ്. ആ സമ്മാനവും ഈ സമ്മാനവും തമ്മിൽ ഒരിക്കലും ഇണ പിരിയാനാവാത്ത ബന്ധമാണുള്ളത്. ഓക്കെ. ഉപ്പും വെള്ളവും പറയുന്ന പോലെ തന്നെയാണ് ഇമേജിൻ്റെ സമ്മാനവും വിസ്മയുടെ സമ്മാനവും തമ്മിൽ ഒരിക്കലും ഇണ പിരിയാനാവാത്ത ബന്ധമുണ്ട്. അതിലുപയോഗിക്കുന്നതും ഇതിലുപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വിസ്മയ നൽകുന്ന ഈ ഒരു സമ്മാനം കൂടി ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ. ഇനി നമ്മുടെ ടീച്ചർ ഒരു പാട്ട് പാടുന്നു. ടീച്ചർ പാട്. ടീച്ചറോ വാ കേട്ടോ. അറിയുന്ന പോലെ പാടിയാൽ മതി. ഇദ്ദേഹം പാട്ടാൻ ഇത് പാട്. ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നോ? എന്തായിരുന്നു പേരെന്തായിരുന്നു? ശ്രീധ. പാട്ട് പാടിക്കേ. ഡാൻസറാണ്. അപ്പൊ 2 സ്റ്റെപ്പ് ഡാൻസ് കാണും. അല്ല, ഒരു മുദ്ര കാണിച്ച ഡാൻസിന്റെ ഏകമുദ്ര എന്ന് പറഞ്ഞതാണോ? സൂര്യൻ ഡാൻസറാണ്. അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാം. മുദ്ര കാണിക്കും. ഇത് ഇതാണ് പതാക. പിന്നെ അടുത്തത് പിന്നെ അർത്ഥപതാക. കർത്തരിമുഖം. മയൂരം. അർത്ഥചന്ദ്രൻ. അരാളം. ശുഗന്ധം. മുഷ്ടി. ശിഖരം. കബിത്തം. കടകാമൃതം. കടകാമുഖം. സൂചി. സൂചിയെ കൊണ്ടൊരു കുത്ത് കിട്ടിയാലുണ്ടല്ലോ സംഭവം. അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു നർത്തകിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ വീണ്ടും കാണാൻ സ്ഥലം എവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ നമ്മുടെ കോഴിക്കോടേക്കാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന് സമ്മാനം, അതുപോലെ തന്നെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന സമ്മാനം നമ്മൾ നേരെ കോഴിക്കോടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും വന്നതിൽ വളരെ സന്തോഷം. വീണ്ടും കാണാം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, യെസ്. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങൾ, പുതിയ മുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പം വീണ്ടും കാണാം.